നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. അപ്പോൾ മലയാളം സെഷനിലെ സ്ത്രീലിംഗം പുല്ലിംഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ മലയാളത്തിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ത്രീലിംഗം പുല്ലിംഗം. അപ്പോൾ സ്ത്രീലിംഗം പുല്ലിംഗം പൊതുവായിട്ട് നമുക്കറിയുന്ന കുറച്ച് സ്ത്രീലിംഗം പുല്ലിംഗം ഉണ്ട്. പക്ഷെ PSC എക്സാമുകളിൽ പൊതുവായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാറ്റി നിർത്തി നമുക്ക് പെട്ടെന്ന് അർത്ഥം കണ്ടാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറ്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ആങ്ങള പെങ്ങൾ. അത് നമ്മൾ നോർമലായിട്ട് പറയുന്നത് തന്നെയാണ്, ആങ്ങള പെങ്ങൾ. ജാമാതാവ് സ്നുഷ. അപ്പോൾ ജാമാതാവ് പുല്ലിംഗമാണ്, സ്നുഷ സ്ത്രീലിംഗമാണ്. ആരാണ് ജാമാതാവ്? മകളുടെ ഭർത്താവാണ് ജാമാതാവ്. അപ്പോൾ സ്നുഷയോ മകൻ്റെ ഭാര്യ. ഓക്കെ. പൗരൻ പൗരി അല്ലെങ്കിൽ പൗര എന്നൊക്കെ പറയും. സിംഹം സിംഹി. ഭ്രാതാവ് സ്വസ്താവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭ്രാതാവ് സ്വസ്താവ്. ഭ്രാതാവ് എന്ന് വെച്ചാൽ ബ്രദർ, സ്വസ്താവ് സിസ്റ്റർ. യോഗി യോഗിനി. വാര്യർ വാരസ്യാർ. സാക്ഷി സാക്ഷിണി. ദൗഹിത്രൻ ദൗഹിത്രി. ദൗഹിത്രൻ മകളുടെ മകൻ, ദൗഹിത്രി മകളുടെ മകൾ. പൗത്രൻ പൗത്രി. പൗത്രൻ എന്ന് വെച്ചാൽ മകൻ്റെ മകനെയാണ് പൗത്രൻ എന്ന് പറയുന്നത്. പൗത്രി മകൻ്റെ മകൾ. ഓക്കെ. ക്ഷത്രിയൻ ക്ഷത്രിയ. ക്ഷത്രിയൻ ക്ഷത്രിയ. മനുഷ്യൻ മനുഷി. മനുഷ്യൻ മനുഷി. മോഷ്ടാവ് മോഷ്ടി. മോഷ്ടാവ് മോഷ്ടി ആണ് സ്ത്രീലിംഗം. ശിവൻ ശിവാനിയാണ് സ്ത്രീലിംഗം. വേടൻ വേടത്തി. വേടൻ വേടത്തി. നമ്പ്യാർ നങ്ങിയാർ. നമ്പ്യാർ നങ്ങിയാർ. കൈമൾ കുഞ്ഞമ്മ. കൈമൾ കുഞ്ഞമ്മ. കർത്താവ് കർത്രി. കർത്താവ് കർത്രി. നേതാവ് നേത്രി. ഇമ്പോർട്ടൻ്റ് ആണ്. നേതാവ് നേത്രി. പ്രഭു പ്രഭി. പ്രഭു പ്രഭി ഇമ്പോർട്ടൻ്റ് ആണ്. കവി കവയിത്രി. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കവി. കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ്. കവയിത്രി. പദശുദ്ധിയിലും കൂടെ പഠിച്ചു വെക്കുക. കവി കവയിത്രി. വിദ്വാൻ വിദുഷി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്വാൻ വിദുഷി. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ സ്ത്രീലിംഗം ബ്രാഹ്മണി. ബ്രാഹ്മണി. നമ്പൂതിരി അന്തർജനം. നമ്പൂതിരിയുടെ സ്ത്രീലിംഗം എന്താണ്? അന്തർജനം അല്ലെങ്കിൽ ആത്തോൾ എന്നും പറയാറുണ്ട്. ആത്തോൾ. അന്തർജനമാണ് പൊതുവായിട്ട്. ആത്തോളും കൂടി ഓർത്തിരിക്കുക. പക്ഷി പക്ഷിണി. പക്ഷി പക്ഷിണി. ജനകൻ ജനനി. ജനകൻ ജനനി. പതി പത്നി. വിദുരൻ വിധവ. അപ്പം വിദുരൻ വിധവ. ലേഖകൻ ലേഖിക. ഇത് കഴിഞ്ഞ 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ചോദിച്ച ചോദ്യമാണ്. ലേഖകൻ സ്ത്രീലിംഗം ലേഖികയാണ്. ലേഖിക. പ്രാണി പ്രാണിനി. ദുഃഖി ദുഃഖിനി. അധിഷ്ഠാവ് അധിഷ്ഠാത്രി. അധിഷ്ഠാത്രി. ആശാൻ ആശാട്ടി അല്ലെങ്കിൽ ആശാത്തി. ഓക്കെ, രണ്ടും കറക്റ്റാണ്. ആശാട്ടി ആശാത്തി. കുറവൻ കുറത്തി. നേരത്തെ ക്ഷത്രിയൻ പറഞ്ഞപ്പോൾ ക്ഷത്രിയയും കറക്റ്റാണ്, ക്ഷത്രിയാണിയും കറക്റ്റാണ്. ക്ഷത്രിയ ക്ഷത്രിയാണി. ക്ഷത്രിയാണിയും കൂടെ അവിടെ എഴുതി വെക്കാം. ഓക്കെ. ഘാതകൻ ഘാതകി. ഘാതകൻ ഘാതകി. ചങ്ങാതി ചങ്ങാതിച്ചി. ജനയിതാവ് ജനയിത്രി. ജനയിതാവ് ജനയിത്രി. ഭാഗിനേയൻ ഭാഗിനേയ. ഭാഗിനേയൻ ഭാഗിനേയ. സ്വാമി സ്വാമിനി. സ്വാമി സ്വാമിനി. മാതുലൻ അങ്കിൾ. മാതുലാനി. ഇന്ദ്രൻ ഇന്ദ്രാണി. ഇന്ദ്രൻ ഇന്ദ്രാണിയാണ് സ്ത്രീലിംഗം. ചാക്യാർ ഇല്ലോടമ്മ. ചാക്യാറിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഇല്ലോടമ്മ. ഇല്ലോടമ്മ. ശ്വശുരൻ ശ്വശ്രം. ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വശുരൻ ശ്വശ്രം. സാക്ഷി സാക്ഷിണി. ഗുരു ഗുരു തന്നെയാണ്. ഗുരു എന്താണ്? ഗുരു തന്നെയാണ്. കവിതാവ് കമിതാവ്. കമിതാവ് കമിത്രി.
കമിതാവാണ്. കമിതാവ്, കമിത്രി. നേരത്തെ പറഞ്ഞു പൗരൻ, പൗരി പറഞ്ഞു. പുരന്ദ്രിയും കൂടി ഓർത്തിരിക്കുക. പൗരൻ, പൗരിയും ഉണ്ട്, പുരന്ദ്രിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ത്രീലിംഗവും പുല്ലിംഗവും. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക, അതിനകത്തുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSC വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അൺഅക്കാഡമിയിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും മറ്റു നോട്ട്സും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ. കൂടാതെ അൺഅക്കാഡമിയിലെ പെയ്ഡ് ക്ലാസ്സസ് ഇനി തുടങ്ങാൻ പോകുന്ന ബാച്ച് കോഴ്സസ് 12th ആൻഡ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം. ദൗത്യം ബാച്ച് 3 ഇത് 60 ദിവസത്തെ ഡിഗ്രി ലെവൽ കോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. 15th മാർച്ചിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സാർ ഈ കോഴ്സിൽ ഹിസ്റ്ററി വിഭാഗം ക്ലാസ് എടുക്കുന്നുണ്ട്. മറ്റ് മുൻനിര എഡ്യൂക്കേറ്റേഴ്സും ഈ കോഴ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടാതെ ഒരു തവണ നിങ്ങളിപ്പം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ടൈമിലുള്ള എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദൗത്യം മാത്രമല്ല, അപ്പോൾ തുടങ്ങുന്ന ബാക്കി എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ 12th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഒരു 25 ഡേ ദിശ ബാച്ച് 7 എന്ന പേരിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാർച്ച് 17-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക. അൺഅക്കാഡമിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് സീരീസിനെ പറ്റി പറയാം. ഇനി വരുന്ന 13, 27 മാർച്ച് 13-നും 27-നും അൺഅക്കാഡമി ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുകയാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട്. ഇതിൽ ആദ്യ 3 റാങ്കിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷനും 4 മുതൽ 13 വരെയുള്ള റാങ്കുകളിൽ വരുന്നവർക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ സ്കോളർഷിപ്പും 14 മുതൽ 20 വരെ റാങ്ക് ഉള്ളവർക്ക് 50% സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ്സ് അൺലോക്ക് ചെയ്തു.